മലയാളത്തിലും ഒപ്പം തമിഴിലും അവിസ്മരണീയമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടി ഉർവശിക്ക് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. 80കളിലും 90കളിലും ഉർവശിയെപ്പോലെ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ച നടിമാർ ശരിക്കും കുറവാണ്. ഇന്ന് അഭിനയ മികവ് കൊണ്ട് ഉർവശി പ്രേക്ഷകരെ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ്. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമകൾ ഉർവശിയുടെ കരിയറിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തലയണ മന്ത്രം, മിഥുനം, സ്ത്രീധനം, അച്ചുവിൻ്റെ അമ്മ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളായി പറയുവാൻ കഴിയും. 1993 സ്ത്രീധനം റിലീസ് ചെയ്തിരുന്നത്. അനിൽകുമാർ, ബാബു നാരായണൻ എന്നിവരായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. ഇതേ പേരിൽ വന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു സിനിമ. സ്ത്രീധനത്തിന് പിന്നിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണിപ്പോൾ അനിൽകുമാർ. നോവൽ വന്ന വീക്ക്ലിയിൽ തന്നെ കാസ്റ്റിംഗിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിരുന്നു. ആൾക്കാർ കൂടുതലും റെഫർ ചെയ്തിരുന്നതും ഉർവശിയായിരുന്നു. നിർണായക ഏരിയ എന്നത് അതിലെ പുരുഷ കഥാപാത്രമാണ്. മാത്രമല്ല, പ്രധാന ആർട്ടിസ്റ്റ് ആ കഥാപാത്രം ചെയ്യാനാകില്ലായിരുന്നു. അതിന് പിന്നിലെ കാരണം ആണത്തമുള്ള നായകനല്ല എന്നതാണ്. അമ്മ പറയുന്നതിൻ്റെയും ഭാര്യ പറയുന്നതിൻ്റെയും ഇടയ്ക്ക് കിടന്ന് അനുഭവിക്കുന്ന ആളാണ് ഈ കഥാപാത്രം. അങ്ങനെ ഒരു കഥാപാത്രത്തെ ഒരു ആർട്ടിസ്റ്റ് ഏറ്റെടുക്കുക എന്നത് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയാണ് ഈ കഥാപാത്രം ജഗദീഷിലേക്ക് എത്തിയത്. ജഗദീഷ് അതിന് കറക്റ്റായിരുന്നു. മീനച്ചേച്ചിയാണ് അമ്മായിയമ്മയുടെ കഥാപാത്രം ചെയ്തിരുന്നത്. ബൈജു, അശോകൻ എന്നിങ്ങനെ ഒരു നിര ആൾക്കാരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഷൂട്ടിന് ഒരു വീട് ആവശ്യമായിരുന്നു. വീട്ടിലായിരുന്നു പ്രധാന സീനുകളെല്ലാം ഉണ്ടായിരുന്നത്. അതിനായി ഒരു വീട് കണ്ടുപിടിച്ചു. തുടർന്ന് രാവിലെ പൂജ നടത്തി. അന്ന് അവിടെ ഒരു അപ്പൂപ്പനും ഉണ്ടായിരുന്നു. വളരെ സ്മാർട്ടായിരുന്നു ആള്. എല്ലാവരോടും ഇടപഴകുമായിരുന്നു. അന്ന് പുള്ളിയുടെ പിറന്നാൾ കൂടിയായിരുന്നു. എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഊണ് കഴിച്ചു. വൈകുന്നേരം ഞങ്ങൾ കേക്ക് വാങ്ങി മുറിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ അപ്പൂപ്പന് അസുഖം തുടങ്ങി. കുറച്ച് സീരിയസ് ആണെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. തുടർന്ന് അപ്പൂപ്പൻ മരിച്ചു. അത് ഭയങ്കര ഷോക്കായിരുന്നു. ഞങ്ങൾ പിന്നീട് പാക്കപ്പ് പറഞ്ഞു. ഷൂട്ട് തുടങ്ങാൻ ഒന്നും കഴിഞ്ഞില്ല. പിന്നീട് എന്ത് ചെയ്യുമെന്നായി. ഉർവശിയൊക്കെ അന്ന് ഭയങ്കര തിരക്കിലുമായിരുന്നു. 18 ദിവസം കഴിയട്ടെ, ഷൂട്ട് ചെയ്യാമെന്ന് ആ വീട്ടുകാർ പറഞ്ഞിരുന്നു. അത് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഒടുവിൽ 18 ദിവസം കഴിഞ്ഞാണ് ഷൂട്ട് തുടങ്ങിയത്. സ്ത്രീധനം സൂപ്പർ ഹിറ്റ് ആയിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ പടം തിയേറ്ററുകൾ ഓടുകയും ചെയ്തു. 150 ദിവസത്തിൽ കൂടുതൽ ആ പടം ഓടിയിരുന്നു. കവിതാ തിയേറ്ററിന് മുന്നിലെ ഗ്ലാസ് പൊട്ടിച്ച് പെണ്ണുങ്ങൾ കയറിയ പടമായിരുന്നു ഇത്. അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സിനും താഴെയുള്ളവരുമെല്ലാം ഈ നോവൽ വായിക്കുകയും ചെയ്തിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നോവൽ തീരുന്നതിന് 3 ആഴ്ച മുമ്പ് പടം റിലീസ് ചെയ്തിരുന്നു. ഉർവശിയുടെ കഥാപാത്രം വെള്ളത്തിൽ മുങ്ങുമ്പോൾ പയ്യൻ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത സീനിൽ തിയേറ്ററിലുള്ളവർ ഒന്നടങ്കം കൈയടിച്ചിരുന്നു. ഉർവശിയുടെ സഹോദരി അന്തരിച്ച കൽപ്പനയുടെ മുൻ ഭർത്താവുമാണ് അനിൽകുമാർ. 1998 വിവാഹിതരായ ഇരുവരും 2012 വേർപിരിഞ്ഞു. ശ്രീസംഖ്യ എന്നായിരുന്നു ഇവരുടെ മകളുടെ പേര്. സിനിമാ രംഗത്ത് ശ്രീസംഖ്യ ഇതിനോടകം സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട്.